KSRTC ലാഭമുണ്ടാക്കുന്നതിന്റെ വഴിയിലാണ് ഇപ്പോഴിതാ KSRTC പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പും രൂപവൽക്കരിക്കുന്നു. ജീവനക്കാർക്കും ബന്ധുക്കൾക്കും ഭാഗമാകാം. പാട്ടിലും സംഗീതോപകരണങ്ങളുടെ ഉപയോഗത്തിലും പ്രാവീണ്യമുള്ളവർക്ക് അവസരം നൽകും. തെരഞ്ഞെടുപ്പ് ഉടൻ ആരംഭിക്കും. താല്പര്യമുള്ളവർക്ക് വീഡിയോ അയക്കാം. 3 മിനിറ്റിൽ കുറയാതെയും 5 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമില്ലാത്തതുമായ വീഡിയോയാണ് വേണ്ടത്. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് അഭിരുചി തെളിയിക്കാൻ അവസരം നൽകും. ഇതിൽ നിന്നാകും ട്രൂപ്പ് രൂപവൽക്കരിക്കുക. മുൻ പരിചയമുള്ളവർക്ക് ആ രേഖകളും സമർപ്പിക്കാം. KSRTC സംഘടിപ്പിക്കുന്ന ബജറ്റ് ടൂറിസം യാത്രകളിൽ പങ്കാളികളായ ചില ജീവനക്കാർ പാടിയത് സാമൂഹിക മാധ്യമങ്ങളിൽ വൻ പ്രചാരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഗാനമേള ട്രൂപ്പ് രൂപവൽക്കരിക്കുന്നത് പരിഗണിക്കുന്നത്. അടുത്തിടെ ക്രിക്കറ്റ് ടീം ആരംഭിച്ചിരുന്നു. ഇതിന് സമാനമായ പുതിയ യൂണിറ്റുകൾ KSRTCയിൽ തുടങ്ങും. കേരളത്തിന് അകത്തും പുറത്തും പരിപാടികൾ ഏറ്റെടുക്കുന്ന തരത്തിലാകും KSRTCയുടെ ഗാനമേള ട്രൂപ്പ്. പരിപാടികൾക്ക് KSRTC ബസ്സിൽ പോവുകയും ചെയ്യും. അങ്ങനെ വണ്ടിക്കൂലി ലാഭിക്കുന്ന ഗാനമേള ട്രൂപ്പായി മാറും. അടിസ്ഥാന സൗകര്യങ്ങൾ KSRTC ഒരുക്കും. വാദ്യോപകരണങ്ങളടക്കം വാങ്ങും. അതുകൊണ്ട് തന്നെ വരുമാനത്തിൽ ഒരു പങ്കും KSRTCക്കാകും. വൈവിധ്യവൽക്കരണമാണ് KSRTCയുടെ ലക്ഷ്യം. അതിനിടെ KSRTC ബസ് വിവരങ്ങൾ അറിയാനുള്ള ചലോ ആപ്പിന്റെ ട്രയൽ റൺ വിജയകരമായിട്ടുണ്ട്. ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങളാണ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാവുക. ബസ് സ്റ്റാൻഡിലോ സ്റ്റോപ്പിലോ നിൽക്കുന്ന യാത്രക്കാർക്ക് ബസ് എവിടെ എത്തിയെന്നും എപ്പോൾ വരുമെന്നുമുള്ള വിവരം ആപ്പിലൂടെ കിട്ടും. ആദ്യമായാണ് ബസ്സിൽ ഈ സംവിധാനം വരുന്നത്. കൂടുതൽ അപ്ഡേഷൻ വരുന്നതോടെ ബസ്സിൽ ഒഴിവുള്ള സീറ്റിനെ കുറിച്ചും വിവരം ലഭിക്കുമെന്നാണ് KSRTC പറയുന്നത്. നിലവിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ചലോ ആപ്പ് ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് യാത്രക്കാർ ഉപയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ട്. സമയക്രമത്തിൽ വ്യത്യാസം വന്നേക്കാമെങ്കിലും വിവിധ റൂട്ടിലേക്കുള്ള ബസ്സുകളുടെ വിവരം കൃത്യമാണ്. ട്രാവൽ കാർഡുകൾ ആപ്പുമായി ബന്ധിപ്പിച്ച് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനാകും. KSRTC ഡിപ്പോകളിൽ ലാൻഡ് ഫോൺ ഒഴിവാക്കി മൊബൈൽ ഫോണുകൾ പ്രവർത്തന സജ്ജമായി. ഇനി ബസ് സംബന്ധമായ വിവരങ്ങൾ മൊബൈൽ ഫോണിലൂടെയും ആപ്പിലൂടെയും ലഭ്യമാകും. KSRTC 6 മാസത്തിനകം നിരത്തിലേക്ക് 181 ബസ്സുകൾ കൂടി ഇറക്കാൻ തയ്യാറാകുന്നുണ്ട്. 1 കോടി രൂപ അധിക കളക്ഷൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുത്തൻ ബസ്സുകൾ നിരത്തിലേക്ക് എത്തിക്കുന്നത്. പ്ലാൻ ഫണ്ടും ബജറ്റ് വിഹിതവും ചേർത്താണ് പുത്തൻ ബസ്സുകൾ എത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 143 ബസ്സും രണ്ടാം ഘട്ടത്തിൽ 126 ബസ്സുമാണ് വാങ്ങുന്നത്. ആകെ വാങ്ങാൻ പദ്ധതിയിട്ടിരിക്കുന്ന 269 ബസ്സുകളിൽ 88 എണ്ണം ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന 4 വോൾവോ ബസ്സുകളും എത്തിക്കഴിഞ്ഞു. ഈ വോൾവോ ബസ്സുകൾ ബംഗളൂരു റൂട്ടിൽ താൽക്കാലികമായി ഓട്ടിക്കും. നിലവിൽ KSRTCയും പ്രതിദിന കളക്ഷൻ എന്നത് ശരാശരി 8 കോടി രൂപയ്ക്ക് താഴെയാണ്. ഇത് 8.5-9 കോടിയിലേക്ക് എത്തിക്കാൻ പുത്തൻ ബസ്സുകൾ എത്തുന്നതോടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. KSRTC 40 വർഷത്തിന് ശേഷം 1.57 കോടി രൂപയുടെ ലാഭം സെപ്റ്റംബർ 8-ന് കളക്ഷനിൽ സൃഷ്ടിച്ചിരുന്നു. 10.19 കോടി രൂപയായിരുന്നു അന്നേ ദിവസം KSRTC കളക്ഷനിൽ നേടിയത്. ഡ്രൈവിംഗ് സ്കൂളുകൾ മുഖേനയും KSRTC ലാഭം ഉണ്ടാക്കുന്നുണ്ട്. 1.5 കോടി രൂപയുടെ ലാഭമാണ് KSRTCക്ക് ഡ്രൈവിംഗ് സ്കൂൾ മുഖേന സൃഷ്ടിക്കാൻ സാധിച്ചത്. ഇതാണ് ഗാനമേള ട്രൂപ്പിലേക്കടക്കം ചർച്ചകൾ എത്തിക്കുന്നത്.